ഗെയിം ഓഫ് ലൈഫ് ഓർ ഡെത്ത്. നമുക്ക് ലക്കുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, നമ്മൾ ജീവിക്കും. ലക്കില്ലെങ്കിൽ നമ്മൾ മരിക്കും. അപ്പം ഞാൻ ഗെയിം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്, ഇത് ലോഡാവാണ്. അപ്പോൾ ഗൈസ്, ഇതേപോലത്തെ വെടിക്കെട്ട് എപ്പിസോഡുകളുമായി ഞാൻ വീണ്ടും വരും. അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, എൻ്റെ ഗെയിം ഇവിടെ ലോഡടിക്കുന്നു. ഇവിടെ എഫ്രൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗെയിം കുറെ കണ്ടിട്ടുണ്ട്. ഈ ഡോർ ക്ലിക്ക് ചെയ്യണം നോക്കുന്നത്. എന്നിട്ട് ഇതൊരു ഭയങ്കര ഒച്ച, ഭയങ്കര ഒച്ച. അപ്പം ഞാനിതിൻ്റെ ഡെമോ വെർഷൻ പോലെയാണ് കളിക്കുന്നത്, റിയൽ ഗെയിം അല്ല ഞാൻ കളിക്കുന്നത് ഇപ്പം. അപ്പോൾ എനിവേസ്, ഇതാണ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇതാണ് മോൺസ്റ്റർ. ഈ മോൺസ്റ്ററിനെ നമുക്ക് പിന്നെ നമ്മളെ പേര് അടിക്കാൻ പറയുന്നുണ്ട്. റിയൽ പേര് അടിക്കണ്ട, നമുക്ക് ടെക്നോ എന്നടിക്കാം. അപ്പോൾ നമ്മുടെ ടിയോടെ ഓക്കെ ഈ എന്നോടെ പോയി, എന്നോടെ ABCD എവിടെ പോയത്? നമ്മുടെ എന്തോ എന്താ പറയാ, ഇതിന്റെ നമ്മുടെ പേരെന്തോ അടിക്കാൻ പറഞ്ഞാണ്. പിന്നെ നമ്മുടെ എന്തോ സർട്ടിഫിക്കറ്റ് കോൺട്രാക്ട് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ ഗെയിം പറഞ്ഞാൽ എന്താ, ഇവിടെ 2 ഫേക്ക് ബുള്ളറ്റ് ഉണ്ടാവും, ഒരു റിയൽ ബുള്ളറ്റ് ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആവണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ മേത്തേക്ക് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡീലറിന്റെ മേത്തേക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മേത്തേക്ക് അടിക്കുമ്പോൾ അത് ഫേക്ക് ബുള്ളറ്റ് ആണെങ്കിലേ നമ്മൾ ജയിക്കുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഞാൻ എൻ്റെ മേത്തേക്ക് തന്നെ അടിക്കാം, കാരണം എനിക്ക് തോന്നുന്നത് ഫേക്ക് ആയിരിക്കുന്നു. ഫേക്ക് അല്ല, ബ്ലാങ്ക് ആയിരിക്കുന്നു. യെസ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ മേത്തേക്ക് ബുള്ളറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് ബ്ലാങ്ക് ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ, കളർ വേണം. അപ്പൊ അടുത്ത ബുള്ളറ്റ് മേ ബി ഇല്ലായിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മേത്തേക്ക് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഐഷ്, എൻ്റെ ലക്കൻ്റെ കൊടുത്തില്ല ഗായ്സ്, എൻ്റെ ഒരു ഹെൽത്ത് പോയി. നമുക്കിപ്പോൾ 3 ഹെൽത്താന്ന് തോന്നുന്നല്ല, 2 ഹെൽത്താന്ന് തോന്നുന്നുള്ളത്. അടുത്തത് ഡീലറിൻ്റെ ടേണാണ്. ഓഫ്കോഴ്സ് 2 ബ്ലാങ്ക് ആയിരുന്നു, ഒരു ലൈവ് ആയിരുന്നു, ഈ റൗണ്ട് ഇനി നമുക്ക് 3 റിയൽ റൗണ്ട് ആൻഡ് 3 റിയൽ ബുള്ളറ്റ് ഉണ്ട്, 2 ബ്ലാങ്ക് ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ പക്കട് ബൊമ്പേ പോ 80-90 ഞാൻ വെറുതെ ഇതൊക്കെ പറയാണ്. ഇപ്പൊ ഞാൻ അയ്യോ, എൻ്റെ കൂട്ടത്തിൽ ലക്കേ ഇല്ലാന്ന് തോന്നിട്ടോ ഗൈസ്. ഞാൻ അറിയാതെ വീണ്ടും എൻ്റെ മേൽ തന്നെ വിളിച്ചു. ഓ ആവൂ, ഇതൊക്കെ അവിടെ പുറത്തുനിന്ന് ആളല്ലേ? ഓ ഓക്കെ. അപ്പൊ നമ്മളെ ഇയാള് രക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയോ ഒരു ചാൻസും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ എഴുന്നേറ്റിട്ട് വീണ്ടും അതേ സ്ഥലത്തേക്ക് പോവാം. ഇത്തവണ ഞാൻ ടീച്ചർ തിരിച്ചുണ്ട്. അപ്പൊ ഞാൻ ഒന്നും വയ്ക്കുന്നുണ്ട്, നേരെ പോവുകയാണ്. വെൽക്കം ബാക്ക്. യെസ്, താങ്ക്സ് ഫോർ വെൽക്കമിങ് മീ ബാക്ക്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലായിരുന്നു നമ്മൾ കഴിഞ്ഞാണ് തോറ്റത്. ഇത്തവണ ഞാൻ ഫസ്റ്റ് റൗണ്ട് തോറ്റു. ഇത്തവണ ഞാൻ ജയിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ 2 ബ്ലാങ്ക് ഉണ്ട്, ഒരു റിയൽ ബുള്ളറ്റ്. അപ്പം എനിക്കറിയാം, ഐ ഓൾറെഡി നോ. ഫസ്റ്റ് എപ്പോഴും ഇങ്ങനെ 2 ബ്ലാങ്ക് ഉണ്ട്, ഒരു റിയൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ്കോഴ്സ് അറിയാം. കണ്ടോ, ഞാൻ അപ്പോൾ അടുത്തതാണ് ഇച്ചിരി പാട്. കഴിഞ്ഞാണ് എന്നെ വീഡിയോ വെച്ചപ്പോൾ പ്രശ്നം. പക്ഷേ ഇത്തവണ ഞാൻ ഇത്തവണ വെടി പൊട്ടി. ഞാൻ കഴിഞ്ഞ തവണത്തെ പോലെ എടുത്തു നോക്കി. കഴിഞ്ഞ തവണ എൻ്റെ മേത്തിട്ടപ്പോൾ വെടി പൊട്ടിയായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ ഡീലറിൻ്റെ അടുത്ത് കിട്ടി. അടുത്ത ബ്ലാങ്ക് ആണ്, അപ്പോൾ ഡീലറ് ബുദ്ധിയുണ്ട്. അപ്പോൾ അടുത്തത് കഴിഞ്ഞ തവണത്തെ പോലെ 3 റിയൽ, ദാറ്റ് മീൻസ് 3 റിയൽ ബുള്ളറ്റ് ഉണ്ട്, 2 ബ്ലാങ്ക്. ഇത്തവണ നമ്മൾ സൂക്ഷിച്ച് കളിക്കണം ഗൈസ്. അപ്പൊ ഞാൻ എന്തിപ്പോ ചെയ്യാം? ഒന്നെങ്കിൽ ഡീലറിനെ കൊല്ലാം, അല്ലെങ്കിൽ എന്നെ കൊല്ലല്ല, നമുക്ക് കൂടെ വെക്കാം. അപ്പൊ ഞാൻ എന്തായാലും
ഡീലറിന്റെ അടുത്തേക്ക് പോവാനോ എന്നാണ് ഞാൻ നോക്കുന്നത്. അല്ലേ വേണ്ട, ഇത്തവണ ഞാൻ എൻ്റെ മേത്തേക്ക് തന്നെ വിളിക്കാം. ഓ, രക്ഷപ്പെട്ടു. കാരണം എനിക്ക് തോന്നിയായിരുന്നു എൻ്റെ മേത്തേക്ക് ഇത്തവണ. പക്ഷെ ഞാൻ ഡീലറിന്റെ മേത്തേക്ക് ഓഫ്കോഴ്സ് വിളിക്കും. ഐഷ്, എൻ്റെ കൂടുതൽ ലക്കേ ഇല്ല. എൻ്റെ കൂടുതൽ ലക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇത്തവണ ലീഡ് ഇനി 3 ബുള്ളറ്റ് ഉണ്ട്. എന്നെ വെടിവെച്ച് നീ വീണ്ടും എന്നെ വെടിവെക്കും. നീ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഇയാളെന്നെ ജയിക്കുന്നു. ഇനി 2 ബുള്ളറ്റും കൂടെ ഉണ്ട്. അഫ്കോഴ്സ് എനിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീലറിനെ തന്നെ വെടിവെക്കുള്ളൂ. കാരണം 2 ബുള്ളറ്റ് ഉണ്ട്, അത് റിയലാണെന്ന് എനിക്കറിയാം. ഓ ഗൈസ്, നമ്മൾ കഴിഞ്ഞ തവണ ഒരാളെ ഡീലറിനെ വെടിവെച്ചില്ലേ, അതുകൊണ്ട് ഡീലറിനെ നമ്മൾ ഈ റൗണ്ടിൽ കൊന്നു. നമ്മൾ ജയിച്ചു ഗൈസ്. യെസ്, ഞാൻ ഇങ്ങനെ ജയിക്കുന്നതിനെ കുറിച്ചാണ് വന്നത് ഗൈസ്. നമ്മൾ അടുത്ത റൗണ്ടിൽ പോയേക്കാണ്. അപ്പോൾ പറയാണ് ഈ ഡീലർ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താ? ഓ, ഇത് മറ്റേ നമ്മുടെ ബോക്സാണ് ഗൈസ്. ഇതിൽ 2 ഐറ്റംസ് എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഗെയിമിൽ കണ്ടപ്പോൾ ഇതിൽ നിന്ന് 2 ഐറ്റം കിട്ടും ഈ റൗണ്ടിൽ. അടുത്ത റൗണ്ടിൽ നമുക്ക് 4 ഐറ്റം കിട്ടും. അടുത്ത റൗണ്ട് പോയാൽ നമുക്ക് 4 ഐറ്റം കിട്ടും. അപ്പോൾ ഗൈസ്, ഇത്തവണ ഒരു ലൈവ് റൗണ്ട്, ഒരു റിയൽ ബുള്ളറ്റ് ഉണ്ട്, ഒരു ബ്ലാങ്ക് ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഗസ് അടിക്കാൻ പറ്റില്ല, നമ്മുടെ ലക്ക് അടിക്കും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ നൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നൈഫ് നമ്മൾ മുന്നിൽ കട്ട് ചെയ്താൽ എന്താന്ന് പറയാ പ്രശ്നം പറ്റാ. മുന്നിൽ കട്ട് ചെയ്താൽ ഇപ്പം അത് അവിടെ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ മറ്റേ ഡീലറിന് 2 ഇരട്ടി ഡാമേജ് കിട്ടും. അപ്പൊ ഈ സിഗരറ്റിന്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽത്ത് പോയല്ലേ, നമുക്കത് റീഗെയിൻ ആക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പം ഡീലറിനെ വെടിവെക്കാൻ പോകുന്നത്. പക്ഷെ എന്റെ കൂടുതൽ ലക്കില്ലെന്ന് പറഞ്ഞില്ല, ചില സമയത്തുണ്ട് ചില സമയത്തില്ല. ബ്ലാങ്ക് ബുള്ളറ്റാണ് ഇറങ്ങി. ഇപ്പം എന്നെ വെടിവെക്കും. വെടിവെച്ചോ, പക്ഷെ എനിക്കറിയായിരുന്നു. ഓക്കെ ഗായ്സ്, ഇനി നമ്മുടെ ടേണാന്ന് തോന്നുന്നു. നമ്മുടെ ടേണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്യിക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇപ്പോഴും. എന്തോ ജനറൽ എന്തോ സാധനമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 കള്ളന്മാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ, അതാണ് ഈ സാധനം. അപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്തവണ 2 റിയൽ ബുള്ളറ്റ് ഉണ്ട്, 2 ഫേക്ക് ഉണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ചോ, ഇതിനിപ്പോൾ എന്താ വിളിക്കുക, എന്തായാലും അത് നമ്മൾ ഡീലറിന് കൊടുത്താൽ ഡീലറിന്റെ കൈ ഇങ്ങനെ ഇടും കണ്ണഞ്ഞപ്പെട്ട പോലെ. ഇനി ഡീലറിന്റെ ചാൻസ് ഉണ്ടാവില്ല, എൻ്റെ ചാൻസേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഡീലറിനെ വെടിവെച്ച് ബുള്ളറ്റ് ഉണ്ടായില്ല. പക്ഷെ അടുത്ത ചാൻസ് ഡീലറിന്റെ അല്ലേ, പക്ഷെ അതിൽ ഞാൻ മറ്റേ ചങ്ങല പോലത്തെ സാധനം ഇട്ടുകൊണ്ട് എന്താ പറയാ, ഡീലറിന്റെ ചാൻസ് എനിക്ക് കിട്ടി. അപ്പൊ ഇത്തവണ എനിക്ക് തോന്നുന്നു റിയൽ ആയിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ കത്ത് വെച്ച് കട്ട് ചെയ്ത് 2 ഡാമേജ് എക്സ്ട്രാ കൊടുക്കുന്നു. യെസ്, ലക്ക് എൻ്റെ കൂട്ടത്തിലുണ്ട് ഗൈസ്. ഞാൻ കത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് 2 ഡാമേജ് കൊടുത്ത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഡീലറിന്റെ കയ്യിൽ 2 സിഗരറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഡീലർ അങ്ങനെ സിഗരറ്റ് ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു ഗൈസ്. ഡീലർ 2 സിഗരറ്റ് എടുത്ത് വലിക്കാണ് ഗൈസ്. 2 സിഗരറ്റ് വലിച്ച് ഞാൻ 2 ഡാമേജ് കൊടുത്താൽ വെറുതെ ആയിപ്പോയി. എന്തായാലും ആ ഡീലറിന്റെ ഐറ്റം പോയി, അതാണൊരു നല്ല കാര്യം. ഇത് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നെ വെടി വെച്ചു എന്ന് പറഞ്ഞ ഗൈസ്, കഷ്ടം തന്നെയുണ്ട്. ഡീലറിനോട് ഇച്ചിരി കാരണം വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ മാച്ച് കഴിഞ്ഞിട്ടോ, മാച്ചല്ല സോറി, ഈ റൗണ്ട് കഴിഞ്ഞു. അപ്പം നമുക്ക് വീണ്ടും ആ ചങ്ങല പോലെ സാധനം കിട്ടി, ഒരു 2 സിഗരറ്റ് കിട്ടി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആയിട്ട് സിഗരറ്റ് വലിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് എൻ്റെ 2 ഹെൽത്ത് പോയി കിടക്കുക, അതുകൊണ്ട് ഞാൻ സിഗരറ്റ് ഒന്ന് വലിക്കട്ടെ. നല്ല അപ്പോൾ ഞാൻ 2 സിഗരറ്റ് വലിച്ച്, സിഗരറ്റ് വലിച്ചായിട്ട് ഇപ്പം കാണിച്ചേ. അപ്പോൾ എൻ്റെ 2 ഹെൽത്തും കൂടി. ഇനി ഞാൻ ഇയാൾക്ക് മറ്റേ ചങ്ങലിട്ടിട്ടുണ്ട്. ഇനി ഡീലറിൻ്റെ മേത്തേക്ക് ഞാൻ ഇടാണ്. കാരണം ഇതിൽ ബുള്ളറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൽ ബുള്ളറ്റ് ഇല്ല. പക്ഷേ ഈ ചങ്ങലിട്ടുകൊണ്ട് ഡീലറിൻ്റെ ചാൻസ് എനിക്ക് കിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് ഡീലറിനെ വീണ്ടും അടിക്കാൻ പറ്റും. സിമ്പിൾ. ഞാൻ ഡീലറിനെ വീണ്ടും അടിച്ചു. യെസ്, 2ാം തവണ ഞാൻ എപ്പോഴും എൻ്റെ ലക്ക് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ ഗൈസ്, ദിസ് റൗണ്ട് ഈസ് ബീങ് വെരി ഇൻട്രസ്റ്റിംഗ്.
ഗൈസ് ഡീലറിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഹെൽത്തും ഡീലർ റീഗെയിൻ ചെയ്യാം. കാരണം ഡീലറിന് എല്ലാ റൗണ്ടിലും എന്ത് കിട്ടും അറിയോ? ഈ സിഗരറ്റ് കിട്ടും. ഓക്കെ ഗൈസ്, ഡീലർ മറ്റേ കത്തിയെടുത്ത് മുറിച്ച് ഡീലറിന്റെ അടുത്ത് എപ്പോഴും ലക്കുണ്ട് ഗൈസ്. ഡീലർ എന്നെ എൻ്റെ 2 ഹെൽത്ത് കട്ട കളഞ്ഞു. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ ഞാൻ വീണ്ടും ഇത് തന്നെ ഇടാണ്. ഈ ചങ്ങലാളത്തെ സാധനം, എനിക്ക് ഈ ചങ്ങലാളത്തെ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഞാൻ വീണ്ടും ഡീലറിനെ തന്നെ അടിക്കാനാണ് എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ ഡീലറിനെ അടിക്കണോ കൊല്ലണോ? ഡീലറിനെ തന്നെ ചെയ്തേക്കാം. കാരണം എൻ്റെ 2 ചാൻസ് ഇല്ലേ. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ചെയ്തേക്കുന്നേ. കണ്ട എല്ലാ തവണയും ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഡീലറിന് കിട്ടില്ല, 2ാമത്തെ തവണ ചെയ്യുമ്പോൾ ഡീലറിന് കിട്ടും. ഇത്തവണയും കിട്ടണേ. യെസ്, കണ്ട് 2ാം തവണ എല്ലാ സമയം ഞാൻ പോയി കിട്ടണോ? ഇതെന്ത് മായജാലാണ്. ഫസ്റ്റാണ് കിട്ടുന്നത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രഹസ്യം. ഇനി അടുത്ത ഈ റൗണ്ട് ഞാൻ തീർത്ത് ഇനി 3rd റൗണ്ടിലേക്ക് ഞാൻ എങ്ങനെയെങ്കിലും കിടക്കണം. 3rd റൗണ്ട് ആട്ടോ, ലാസ്റ്റ് റൗണ്ട്. പിന്നെ ഞാൻ ഈ സോഡേനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. സോഡ ഇപ്പം ആ ബുള്ളറ്റിൽ ഇപ്പം ബ്ലാങ്കാ കിടക്കുന്നതെങ്കിൽ, ബ്ലാങ്ക് ആയാലും ലൈവ് ആയാലും ആ ബുള്ളറ്റ് എന്താണെങ്കിലും ശരി, നമ്മൾ ഈ സോഡ കുടിച്ചാൽ ആ ബുള്ളറ്റ് ഇപ്പം എന്താണ് ശരി, അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഇനി ഇപ്പോൾ ഈ സോഡ കുടിക്കണം. സോഡ ചേക്കാല്ലേ, സോഡ കുടിക്കാം അല്ലേ വേണം? എനിക്ക് ഭയങ്കര സംശയം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ സോഡ കുടിക്കാൻ തന്നെ വിചാരിച്ചിട്ടോ ഗൈസ്. അപ്പോൾ സോഡ കുടിച്ച് ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ്. നല്ല കാര്യം ഗൈസ്. അപ്പോൾ നമ്മൾ സോഡ കുടിച്ചപ്പോൾ നമ്മൾ മറ്റേ ഈ ബുള്ളറ്റ് കളഞ്ഞു, അത് ബ്ലാങ്ക് ആയിരുന്നു. ഇനി അടുത്ത പോസിബിലിറ്റീസ് ഇത് ബുള്ളറ്റ് ഉണ്ടാവും, റിയൽ ബുള്ളറ്റ്. അപ്പോൾ ഞാൻ നേരെ ബുള്ളറ്റിൻ്റെ മറ്റേ കത്തി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 ഡാമേജ് എടുക്കാൻ നോക്കാം. ദൈവമേ, യെസ്, ദൈവൻ്റെ കൂട്ടത്തിലുണ്ട് ഗൈസ്. ഇനി ഡീലറിൻ്റെ 1 ഹെൽത്തേ ബാക്കിയുള്ളൂ. ആ 1 ഹെൽത്ത് നമ്മൾ കളഞ്ഞ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാം ഗൈസ്. അതുകൊണ്ട് ഓക്കെ ഗൈസ്, എന്താകും ഡീലർ. പക്ഷെ നമ്മുടെ 2 ഡാമേജ് കൊടുത്തത് ഡീലറിൻ്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. ഈ ഡീലറിന് എപ്പോഴും തന്നെ സിഗരറ്റ് എടുക്കുന്നത്. സിഗരറ്റ് എടുത്തോണ്ട് ഡീലറാണെങ്കിൽ നമ്മുടെ എല്ലാം തകർന്നു. നമ്മൾ 2 ഹെൽത്ത് തീർത്തതില്ലേ, ഡീലർ റീഗെയിൻ ആക്കി. ബിക്കോസ് ഡീലറിൽ 2 സിഗരറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഡീലറിൻ്റെ കാര്യം നല്ല കാര്യം. എനിക്കൊക്കെ 1 ഹെൽത്തേ ഉള്ളൂ. ഞാൻ സൂക്ഷിച്ച് കളിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യും? ഡീലറിനെ അടിക്കണോ അല്ലെങ്കിൽ എന്നെ അടിക്കണം? അറിയാതെ എങ്ങാനും ബുള്ളറ്റ് ഞാൻ എന്നെ അടിച്ചിട്ട് വന്നാലേ പ്രശ്നമാണ്. ഞാൻ എല്ലാ തവണയും ഡീലറിനെയാണ് അടിക്കാറില്ല, എപ്പോഴും എന്നെ അടിക്കാറില്ല. അപ്പം ഞാൻ എപ്പോഴും ഡീലറിനെ അടിക്കുമ്പോൾ ചില സമയം വരാറുള്ളടെ. അപ്പം എന്നെ അടിച്ചു നോക്കണോ? പറഞ്ഞല്ലേ, ഞാൻ ഡീലറിനെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും വരാറില്ല. ചങ്ങലിടുമ്പോൾ വരും കേട്ടോ. എന്നെ കൊല്ലല്ലേ. അതെന്താറ്റിയേ അറിയില്ല. ഇനി അടുത്ത ചാൻസിന് ഞാൻ ഡീലറിനെ തന്നെ പൊട്ടിക്കും. എനിക്ക് തോന്നിയില്ലായിരുന്നു, വെറുതെ രസടിച്ച് അടിച്ച്. ഇത്തവണ 2ാമത്തെ റൗണ്ട് ഇനി നമുക്ക് പോസിബിലിറ്റീസ് കാണാൻ പറ്റും. നമുക്ക് അവിടെ ഈ ചങ്ങല ഇട്ടിട്ടുണ്ട്, ഈ മാഗ്നിഫൈങ് ഗ്ലാസും കിട്ടിയിട്ടുണ്ട്. ഇനി മാഗ്നിഫൈങ് ഗ്ലാസിൻ്റെ ഉപകാരം എന്താണെന്നറിയോ? 5 ബുള്ളറ്റ് 2 ബ്ലാങ്ക്. ദിസ് ഈസ് ഗെറ്റിംഗ് വേ മോർ ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ തോട്ടെ. ഈ മാഗ്നിഫൈങ് ഗ്ലാസിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഈ ഗണ്ണിൻ്റെ അകത്തില്ലേ, ഗണ്ണിൻ്റെ അകത്ത് എന്താണോ അത് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഞാൻ മാഗ്നിഫൈങ് ഗ്ലാസ് ഇട്ട് ഗണ്ണിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും. കാരണം എൻ്റെ കയ്യിൽ മാഗ്നിഫൈങ് ഗ്ലാസ് ഇല്ല. ഇനി ഞാൻ ഈ ചങ്ങലെടുത്ത് അയാളുടെ കയ്യിലിടും. എന്നിട്ട് ഞാനൊരു ബുള്ളറ്റ് പൊട്ടിക്കും. കണ്ടോണേ. ഓക്കെ, ഞാൻ ബുള്ളറ്റ് പൊട്ടിച്ചു. ഇതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്ത പോസിബിലിറ്റി 5 ബുള്ളറ്റാണുള്ളത്. അതിലൊരു ബുള്ളറ്റ് ഞാൻ കളഞ്ഞു. അപ്പോൾ വീണ്ടും ബുള്ളറ്റ് ഉണ്ടാവുന്നത് തന്നെയല്ലേ പോസിബിലിറ്റി. അതുകൊണ്ട് ഞാൻ ഡീലറിനെ വീണ്ടും പൊട്ടിക്കും. 5 സീരിയസ്ലി 5 ബുള്ളറ്റ് ഉണ്ടായിരുന്നു, 2 ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ 5 ബുള്ളറ്റിൽ 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ആകണ്ടേ. ഡീലർ സിഗരറ്റ് വലിച്ച് ആ സോഡയും കുടിച്ച് ബ്ലാങ്ക് കളഞ്ഞ്, ഇനി 2 ബ്ലാങ്കും കളഞ്ഞ് ഇനി ഫുൾ ഇതാണ് എന്താണ് റിയൽ. ഞാൻ ചത്ത് ഗൈസ്, ഞാൻ തോറ്റ്.
ഹാ, എല്ലാം കഴിഞ്ഞു. ഓക്കെ ഗായ്സ്, നമ്മളിതാ വീണ്ടും ഇയാൾ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇത് വരെ ഇപ്പം കളിക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.